ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ചെമ്മീൻ ചെറിയുള്ളി റോസ്റ്റ് ആട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി ഫ്രഷ് ആക്കി വെച്ചതാണ്. ഇനി നമുക്കതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് വിനെഗറോ അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീരോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. കുറച്ച് നേരം ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ, മസാലകളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഴിയുന്നത് ഒരു 20 മിനിറ്റ് നേരമെങ്കിലും നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മസാലകളൊക്കെ അതിൽ പിടിപ്പിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ചെമ്മീനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 1/2 മണിക്കൂർ നേരത്തിനടുത്തായിട്ട് നമ്മളിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അതുപോലെ തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് മൊരിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം വെളുത്തുള്ളിൻ്റെ പേസ്റ്റും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മുഴുവനായിട്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു സവാളയുടെ പകുതിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 2 പച്ചമുളക് കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളിയുടെ പകുതി മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ചെമ്മീൻ അനുസരിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നില്ല. കാശ്മീരി ചില്ലി പൗഡർ മാത്രമാണ് ചേർക്കുന്നുള്ളൂ. ഉപ്പും കാശ്മീരി ചില്ലി പൗഡർ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതാണല്ലോ ചെമ്മീൻ, അതുകൊണ്ടാണ് ഈ ഉള്ളി വഴറ്റുന്നതിലേക്ക് ഞാൻ ഒരുപാട് പൊടികളൊന്നും ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചെമ്മീനും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി സോസും കൂടെ ആഡ് ചെയ്താൽ, നമ്മൾ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്താൽ നമ്മുടെ ചെമ്മീൻ ചെറിയുള്ളി റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്, നല്ല സ്മെല്ലുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത്. വെറുതെ അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ചെറിയുള്ളി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.